ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പച്ച ചക്കച്ചുള കൊണ്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ല ഉഗ്രൻ വടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വൈകിട്ടത്തെ ചായക്ക് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചക്ക ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇതുകൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ 1-2 ചുള ഒന്ന് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. എന്നാലും പോട്ടെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ ഉഗ്രൻ ടേസ്റ്റാണ്. മധുരവും എരിവും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വടയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ തയ്യാറാക്കിയിരിക്കുന്ന വടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ആകെ ഇത്ര ചക്കച്ചുളയേ ഉള്ളൂ. ആകെ ഏകദേശം 15ഓളം ചുളകളാണ് ഉള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ചക്കച്ചുളകളെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അത് 1/4 കപ്പ് അളവിലാണ് വേണ്ടത്. ഇനി വേണ്ടത് ഒരു വലിയ സവാളയാണ്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ്. അത് 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അത് നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. കൂടിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അരച്ചു കൊണ്ടുവന്ന ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. രുചിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, സവാള, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ചക്ക അരച്ചുകൊണ്ട് വന്ന ആ ഒരു നനവിൽ വേണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഉഴുന്നുവടയുടെ മാവിന്റെ പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അതായത് അല്പം കട്ടിയുമല്ല, അത് അത്രയ്ക്ക് ലൂസും അല്ലാത്ത രീതിയിൽ വേണം. ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് പരത്തി ഇടാനുള്ള കണക്കിനുള്ളത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അഥവാ ഇത്തിരി ലൂസാണെങ്കിൽ അല്പം അരിപ്പൊടി കൂടി ചേർത്താൽ മതിയാകും. വടക്കുള്ള മാവെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഈ മാവിൽ നിന്ന് അല്പം എടുത്ത് ഉഴുന്ന് വടയുടെ ഷേപ്പിൽ നമുക്ക് കൈകൊണ്ട് തുളയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തവിയുടെ പുറത്ത് ഒരു എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. പൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചക്കവട റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചായക്കൊപ്പമോ കട്ടൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നത്. അപ്പാര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വിചാരിക്കും പോലെയല്ല, നല്ല എരിവും, അതായത് കുരുമുളകിൻ്റെ എരിവും ചെറിയൊരു മധുരവും കൂടിയിട്ട് ഒരു പൊള്ളി ടേസ്റ്റ്, കിടുക്കാച്ചി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ചക്ക ഒന്ന് മധുരിച്ചു എന്ന് പറഞ്ഞിട്ട് കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.